അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയാണ് മനസ്സിലാക്കി വരുന്നത്. ഹിദായത്തിനെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. ആ ഹിദായത്തിൻ്റെ മാർഗം നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ അവരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ഇനി അത് ആരുടെ മാർഗമല്ല, ഒരു വഴി ആരുടേതാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിക്കരുത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഇനി പറയുന്നത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, അല്ലെങ്കിൽ നേരെ എതിര് എന്നൊക്കെയാണ് അർത്ഥമായി വരാം. മഗ്ദൂബ്, ഗളബ്, കോപം. മഗ്ദൂബ് എന്ന് പറഞ്ഞാൽ കോപത്തിന് വിധേയരായവർ. അപ്പോൾ കോപത്തിന് വിധേയരായവരുടേതല്ല, അവരുടെ മാർഗമല്ല, അവരുടെ സിറാത്തല്ല. കോപത്തിന് ഇരയായ, കോപത്തിന് വിധേയരായവരുടെ സിറാത്തല്ല. വലദ്ദാല്ലീൻ. ദ്വാല്ലുൻ ജംഅ് ദ്വാല്ലൂൻ, പിഴച്ചവർ. അപ്പോൾ പിഴച്ചവരുടേതുമല്ല. അപ്പോൾ കോപത്തിനിരയായവരുടെ സിറാത്തിലല്ല, പിഴച്ചവരുടെ സിറാത്തിലുമല്ല. ആരാണ് മഗ്ദൂബ്? അത് യഹൂദികളാണ്. ദ്വാല്ലൂൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നസാറാക്കളുമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ യഹൂദു മഗ്ദൂബ് അലൈഹിം. യഹൂദികൾ, അവർക്ക് അവരുടെ മേൽ കോപമുണ്ട്. വന്നസാറ ضلالun. അപ്പോൾ പിഴച്ചു പോയവർ അത് നസാറാക്കളാണ്, കോപത്തിനിരയായവർ അത് യഹൂദികളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കോപത്തിനിരയായത്, എന്തുകൊണ്ടാണ് പിഴച്ചുപോയത്, ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുക. മാത്രവുമല്ല, കോപത്തിനിരയാകുന്ന ആ സ്വഭാവം ഇനി പിന്നീട് വന്ന ആളുകൾക്കുണ്ട് എങ്കിൽ അവരും കോപത്തിനർഹരാണ്. പിഴച്ചു പോകാൻ നസാറാക്കൾ പിടക്കാനുള്ള കാരണം പിന്നീട് വരുന്നവരുടെ അവരുടെ വിശ്വാസങ്ങളിൽ ഉണ്ട് എങ്കിൽ അവരും ഈ ശാപത്തിന് കാരണക്കാരായിത്തീരും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കോപത്തിനിരയായത്, എന്തുകൊണ്ടാണ് പിഴച്ചുപോയത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, മൻ ഫസദ മിൻ ഉബ്ബാദിന ഫഫീഹി ശബ്ഹും മിനൻ നസാറ. അഥവാ ഈ ഉമ്മത്തിൽ, ഈ സമുദായത്തിലെ ആബിദ്, നല്ല ഇബാദത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ, അയാൾ കേടുവന്നാൽ അവന് നസാറാക്കളോടാണ് സാദൃശ്യം. ആബിദായൊരു മനുഷ്യൻ കേടുവരികയാണെങ്കിൽ, ഒരുപാട് അമല് ചെയ്ത് ഒരുപാട് പ്രവർത്തിച്ച് അങ്ങനെ കേടുവരികയാണെങ്കിൽ നസാറാക്കളോടാണ് അവന് സാദൃശ്യം. വമൻ ഫസദ ഉലമാഇന ഫഫീഹി ശബ്ഹും മിനൽ യഹൂദ്. പണ്ഡിതന്മാരിൽ ആരെങ്കിലും കേടുവന്നാൽ അവന് ജൂതന്മാരോടാണ് സാദൃശ്യം. ഇൽമുണ്ടായി എന്നിട്ട് പിഴച്ചുപോയി, അപ്പൊ യഹൂദികളോടാണ് അവന് സാദൃശ്യം. ഇൽമില്ല, കുറെ അമലുണ്ട്, എന്നിട്ട് പിഴച്ചു പോയാലോ അവന് നസാറാക്കളോടാണ് സാദൃശ്യം. ലിഅന്ന നസാറ അബദു ബിഗൈരി ഇൽമിൻ. തീർച്ചയായും നസാറാക്കൾ അബദു, അവര് ഇബാദത്ത് ചെയ്തു, ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ. അപ്പൊ ഇൽമില്ലാതെ ഒരുപാട് അമലുകൾ ചെയ്തു. അതാണ് നസാറാക്കൾ പിഴക്കാനുള്ള കാരണം. ഒരുപാട് പാട്ട്, ഒരുപാട് കർമ്മങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ
അതിന് വല്ല ഇൽമുണ്ടോ? അതിനൊരു ഇൽമുമില്ല, ഒരു തെളിവുമില്ല, പഠിപ്പിക്കപ്പെട്ടതല്ല. പല പുരോഹിതന്മാരും പറയുന്നത് കേട്ട് അവർക്ക് തോന്നുന്നത് അനുസരിച്ച് നല്ലതല്ലേ എന്ന് തോന്നി ഒരുപാട് അമലുകൾ. അങ്ങനെ ഇൽമില്ലാതെ അമല് ചെയ്തു. അതാണ് നസാറാക്കൾ പിഴക്കാനുള്ള കാരണം. വൽ യഹൂദ് ആറഫു അൽ ഹഖ, യഹൂദികളാകട്ടെ ഹക്ക് മനസ്സിലാക്കി, എന്നിട്ടോ അതിൽ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ സത്യം മനസ്സിലാക്കി ഇൽമു ലഭിച്ചിട്ട് അമല് ചെയ്യാത്തതാണ് യഹൂദികൾ കോപത്തിനിരയാകാനുള്ള കാരണം. ഇൽമില്ലാതെ ഒരുപാട് അമലുകളുടെ പിറകെ പോയതാണ് നസാറാക്കൾ പിഴച്ചു പോകാനുള്ള കാരണം. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പാടുള്ളതല്ല. ഇൽമുണ്ടായിട്ട് അമല് ചെയ്യാതിരിക്കുകയും ഇൽമില്ലാത്ത വിഷയങ്ങളുടെ പിന്നാലെ പോയി ഒരുപാട് അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന രീതി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നമുക്ക് ഇൽമു വേണം, ആ ഇൽമിനനുസരിച്ചു കൊണ്ടുള്ള അമല് വേണം. അല്ല നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് കരുതി ഒരുപാട് അമലുകൾ പുതിയതായി ഉണ്ടാക്കി അതൊക്കെ പുണ്യമാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് നസാറാക്കളുടെ സ്വഭാവമാണ്. സത്യം മനസ്സിലായിട്ടും ഹക്കറിഞ്ഞിട്ടും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് മൂടി വെച്ച് സത്യം അങ്ങനെയൊക്കെയാണ് എന്നാലും ഞാൻ ഇങ്ങനെ എന്ന നിലപാടെടുക്കുകയാണെങ്കിൽ അത് യഹൂദികളുടെ സ്വഭാവമാണ്. വിശ്വാസി അങ്ങനെ ആയിക്കൂടാ. വിശ്വാസി ഇൽമനുസരിച്ചുകൊണ്ട് അമല് ചെയ്യണം. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ഇൽമുണ്ടാവുകയും ചെയ്യണം. ജൂതൻ, യഹൂദി, അവർക്ക് ഹക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ കൃത്യമായി അറിയുന്നവരാണവർ. പക്ഷേ ഹക്ക് സ്വീകരിച്ചില്ല. ഇൽമുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ വിശേഷണങ്ങൾ, റസൂലുള്ളാഹിയുടെ അടയാളങ്ങൾ എല്ലാം അവർക്കറിയാം. ഖുർആൻ പറഞ്ഞല്ലോ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അറിയാം. സ്വന്തം മക്കളെ ഒരാൾക്ക് അറിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീനും അള്ളാഹുവിൻ്റെ റസൂൽ അന്തിമ പ്രവാചകനാണ് എന്നതും അവർക്കറിയാമായിരുന്നു, ഇൽമുണ്ടായിരുന്നു. പക്ഷേ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കോപത്തിനവർ ഇരയായി മാറി. നസാറാക്കളാകട്ടെ അവരുടെ പുരോഹിതന്മാർ പറയുന്നതിനനുസരിച്ച് ഒരുപാട് പുതിയ ആചാരങ്ങളും പുതിയ അമലുകളും കൊണ്ടുവന്നു, യാതൊരുവിധ ഇൽമിൻ്റെയും അടിസ്ഥാനമില്ലാതെ. അങ്ങനെ അവർ പിഴച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് ഈ രണ്ട് വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന ഇൽമു നമുക്ക് വേണം. അല്ലാതെ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ വാക്ക് കേട്ട് നാട്ടിൽ ഭൂരിപക്ഷം ചെയ്യുന്നത് നോക്കി ആളുകളൊക്കെ ചെയ്യുന്നു എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അതല്ല ദീനിലെ അമലിന്റെ അടിസ്ഥാനം, ഇൽമാണ്. അതുപോലെ തന്നെ ഇൽമുണ്ടെങ്കിൽ, വിജ്ഞാനം വന്നെത്തിക്കഴിഞ്ഞാൽ അത് അമലാക്കാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം. അല്ല എങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നമുക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്, നമുക്കെതിരെയാണ് 5 നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകണം. അള്ളാഹു ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.